Hello students, welcome to Resolute Academy. ഇന്ന് നമ്മൾ 15th December 2023 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സ് ആണ് നോക്കാൻ പോകുന്നത്. കുറച്ച് അപ്പോയിന്റ്മെന്റ്സ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതുകൊണ്ട് നിങ്ങൾക്കറിയാം റീസെന്റ് കുറച്ച് ഇലക്ഷൻസ് ഉണ്ടായിരുന്നു, അതിൽ അപ്പോയിന്റ്മെന്റ്സ് നടന്നിട്ടുണ്ട്. ഇതെല്ലാം വരാൻ പോണ എക്സാംസിൽ അപ്പിയർ ആവാൻ സാധ്യതയുണ്ട്. അപ്പോൾ എങ്ങനത്തെ പോസിബിൾ ക്വസ്റ്റ്യൻസ് ഫോം ചെയ്യാൻ സാധ്യത ഉള്ളത് കാര്യങ്ങളും നമുക്ക് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇമ്പോർട്ടൻറ്റ് എക്സാം ഓറിയന്റഡ് നമ്മൾ എന്താണ് കറണ്ട് അഫയേഴ്സ് ആയിരിക്കും ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് കറണ്ട് അഫയേഴ്സ് എന്താണ്? COP28. നിങ്ങൾക്കറിയാം COP28 റീസെന്റ് നടന്ന് UNFCCയുടെ പാർട്ടായിട്ടുള്ള നടത്തുന്ന ഒരു ഈവന്റ് ആണ് COP28. എന്തിനാണ്? കോൺഫറൻസ് ഓഫ് പാർട്ടീസ് എന്തിനാണ് നടത്തുന്നത്? ക്ലൈമറ്റ് ചേഞ്ചിനെ നിർത്താൻ അല്ലെങ്കിൽ ക്ലൈമറ്റ് ചേഞ്ചിന്റെ സ്പീഡിനൊന്ന് കുറയ്ക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ഒരു ഈവന്റ് ആണ്. ഇതിപ്പോൾ സ്റ്റാർട്ട് ചെയ്തത് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, 1992 സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. ഇത് ബേസിക്കലി എന്താണ്? റിയോ ദി ജനീറോ അവിടെ വെച്ച് എർത്ത് സമ്മിറ്റ് എന്ന് പറയുന്ന ഒരു ഫേമസ് ആയിട്ട് എർത്ത് സമ്മിറ്റ്, ബ്രസീലിൽ എർത്ത് സമ്മിറ്റ് നടന്നിരുന്നു 1992. അതിന്റെ ഔട്ട്കം ആയിട്ട് വന്നതാണ്. ഇത് ഫോഴ്സിൽ വന്നത് എപ്പോഴെന്ന് ചോദിച്ചാൽ 1994. എന്നിട്ട് ഇതിന്റെ ഹെഡ് ക്വാർട്ടർ ഇപ്പോൾ UNFCCയുടെ ഹെഡ് ക്വാർട്ടർ എവിടെയാണെന്ന് ചോദിച്ചാൽ നിങ്ങൾ അറിഞ്ഞിരിക്കണം. എവിടെയാണ്? ജർമ്മനി അല്ല, BONN ജർമ്മനി. അതാണ്. അപ്പോൾ ഇത് ബേസിക്കലി എന്താണ്? ഈ ഒരു ഓർഗനൈസേഷൻ ക്ലൈമറ്റ് ചേഞ്ചിനെ കൺട്രോൾ ചെയ്യുക അല്ലെങ്കിൽ റിഡ്യൂസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക ഒരു ഇവന്റ് അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷൻ ആണ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ അണ്ടറിൽ ഒരുപാട് ഇയർലി അല്ലെങ്കിൽ ആനുവലി ഒരു മീറ്റ്സ് നടക്കും. അതാണ് COP28. ഓക്കെ, ഇടയ്ക്ക് കുറച്ച് ബ്രേക്സ് ഒക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കോപ്പ് എന്ന് പറയുന്നത് എന്താണ്? കോൺഫറൻസ് ഓഫ് പാർട്ടി. ഓക്കെ, തേർഡ് കോൺഫറൻസ് ഓഫ് പാർട്ടി വളരെ ഇമ്പോർട്ടൻ്റ് ആയിരുന്നു. എന്താണ്? ക്യോട്ടോ പ്രോട്ടോകോൾ എന്ന് പറയും. ക്യോട്ടോ പ്രോട്ടോകോൾ എവിടെ വെച്ചാണ് നടന്നത്? ജപ്പാനിൽ. അപ്പോൾ അത് അറിഞ്ഞിരിക്കണം, എവിടെ വെച്ചാണ് നടന്നത്? ജപ്പാനിൽ. ഓക്കെ, അത് കഴിഞ്ഞിട്ട് വന്നത് മരക്കേഷ് ഇതുണ്ടായിരുന്നു COP7. ഓക്കെ, അത് എവിടെ വെച്ചാണ് നടന്നത്? 2001 നടന്നതാണ്. എവിടെ വെച്ചാണ് നടന്നത്? മൊറോക്കോയിൽ വെച്ച് നടന്നതാണ്. ഓക്കെ, അത് കഴിഞ്ഞ് നമ്മളെ ഡൽഹി ഡിക്ലറേഷൻ ഉണ്ടായിരുന്നു 2002 COP8 ഇന്ത്യയിൽ വെച്ച് നടന്നതാണ്. പിന്നീട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പാരീസ് അഗ്രിമെന്റ് ആണ് 2015 നടന്ന പാരീസ് അഗ്രിമെന്റ്. ഓക്കെ, അപ്പോൾ അതിനുശേഷം പിന്നെ അങ്ങനെ ഓരോ അഗ്രിമെന്റ്സ് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇപ്പം നടന്നത് COP28 ആണ്. UAE വെച്ച് നടന്നത്. ദുബൈയാണ് ഹോസ്റ്റ് ചെയ്തത്. അപ്പോൾ അവിടെ നിങ്ങൾക്കറിയാം അബ്ദുൽ അൽ ജാബാർ ആണ് അതിനെ പ്രിസൈഡ് ചെയ്തത് അല്ലെങ്കിൽ പ്രസിഡന്റ് ആയിരുന്നത്. അപ്പോൾ അത്ര ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങൾ അറിഞ്ഞിരിക്കുക. പിന്നെ നമ്മൾ ഈ പറഞ്ഞ ഈ ന്യൂസ് എന്ന് പറഞ്ഞാൽ ബേസിക്കലി നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യമാണ്. ഈ ഈവന്റ് തീർന്നതിൻ്റെ സാഹചര്യത്തിൽ അവർ വീണ്ടും എന്നെ പബ്ലിഷ് ചെയ്തതേ ഉള്ളൂ. കുറച്ച് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഇത്തരം കാര്യങ്ങൾ നമ്മൾ എക്സാം പോയിന്റ് ഓഫ് വ്യൂ അറിഞ്ഞിരിക്കണം. നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ അറിയാം മോഹൻ യാദവ്. ഞാൻ പറഞ്ഞിട്ടുണ്ട് മധ്യപ്രദേശിനെ മോഹിച്ചിരുന്ന ഒരു മോഹൻ യാദവ് ആണ് ഇപ്പം മധ്യപ്രദേശിന്റെ CM ആയത്. ആരാണ്? മോഹൻ യാദവ്. ഇത് പുള്ളിക്കാരൻ പൊളിറ്റിക്സിൽ ഉണ്ടായിരുന്നു, ബട്ട് ആൾക്കാർ കൂടുതൽ അറിഞ്ഞിട്ടില്ല. ഡോക്ടർ മോഹൻ യാദവ് എന്നാണ് റെഫറൻസ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, മോഹൻ യാദവ് ആണ് 19th ചീഫ് മിനിസ്റ്റർ. അപ്പോൾ ചോദിക്കും എക്സാമിൽ എത്രാമത്തെ ചീഫ് മിനിസ്റ്റർ ആണ്? 19th CM ഓഫ് സ്റ്റേറ്റ് മധ്യപ്രദേശിന്റെ എത്രാമത്തെ CM ആണെന്ന് ചോദിച്ചാൽ അറിയണം, 19th ആണ്. അപ്പോൾ ശിവരാജ് സിംഗ് ചൗഹാൻ ആയിരുന്നു ഇതിന് മുമ്പ് ഉള്ളത്. അപ്പോൾ ശിവരാജ് സിംഗ് ചൗഹാൻ എത്രാമത്തെയാണ്? സിമ്പിൾ ആണ് കാൽക്കുലേഷൻ. എന്താണ്? 18th CM ആണ് ആര്? ശിവരാജ് സിംഗ് ചൗഹാൻ. എന്നിട്ട് 19th ആരാണെന്ന് ചോദിച്ചാൽ മോഹൻ യാദവ് ആണ്. ഓക്കെ, മോഹൻ യാദവ് ആണ് 19th CM ഓഫ് വിച്ച് സ്റ്റേറ്റ്? മധ്യപ്രദേശ്. പിന്നെ ഡെപ്യൂട്ടി CMs ഉണ്ട് ഇതിൽ ജഗദീഷ് ദേവ്ഡ, പിന്നെ രാജേന്ദ്ര ശുക്ല. CM നിങ്ങൾക്കറിയാം ശിവരാജ് സിംഗ് ചൗഹാൻ. അപ്പോൾ ഗവർണർ നമ്മൾ പറഞ്ഞിട്ടുള്ളത് തന്നെയാണ് മംഗുഭായ് പട്ടേലാണ്, സെയിം ആണ്. ക്യാപിറ്റൽ ഭോപ്പാൽ. സ്റ്റേറ്റ് അനിമൽ ഓഫ് മധ്യപ്രദേശ് ഇമ്പോർട്ടൻ്റ് ആണ്, ബാരാസിംഗ. ഓക്കെ, ഒരു ആന്റിലോപ്പ് ആണ് ബാരാസിംഗ എന്ന് പറയുന്നത്. പിന്നെ സ്റ്റേറ്റ് ബേർഡ് ഓഫ് മധ്യപ്രദേശ് എന്താണ്? ഏഷ്യൻ പാരഡൈസ് ഫ്ലൈ ക്യാച്ചർ അല്ലെങ്കിൽ ദുദ്രാജ് എന്ന് പറയും, അല്ലെങ്കിൽ സുൽത്താൻ ബുൾബുൽ എന്ന് പറയും. പിന്നെ സ്റ്റേറ്റ് ഫിഷ് ഓഫ് മധ്യപ്രദേശ് അറിഞ്ഞിരിക്കണം, മഹാസീർ ആണ്. സ്റ്റേറ്റ് ട്രീ ഓഫ് മധ്യപ്രദേശ് ബനിയൻ ട്രീ അല്ലെങ്കിൽ വട്ടവൃക്ഷം എന്ന് പറയും. പിന്നെ സ്റ്റേറ്റ് ഫ്ലവർ ഓഫ് മധ്യപ്രദേശ് ഈസ് മഡോണ ലില്ലി ഓർ വൈറ്റ് ലില്ലി. ഇത്തരം കാര്യങ്ങൾ എക്സാം പോയിന്റ് ഓഫ് വ്യൂ മധ്യപ്രദേശിനെ കുറിച്ച് അറിഞ്ഞിരിക്കുക. അടുത്തത് ഇമ്പോർട്ടൻറ്റ് ഛത്തീസ്ഗഡിൻ്റെ കാര്യം. ഛത്തീസ്ഗഡിലും അവിടെ ഒരു എന്താണ് പറയുന്നത്, ഒരു വിഷ്ണു വന്നിട്ടുണ്ട്. വിഷ്ണു എന്ന് പറഞ്ഞാൽ ആരാണ്? വിഷ്ണു ദിയോ സായ്. ഓക്കെ, വിഷ്ണു ദിയോ സായ് ആണ് ഇപ്പോഴത്തെ പുതിയ ചീഫ് മിനിസ്റ്റർ ആയിട്ട് അപ്പോയിന്റ് ആയിട്ടുള്ളത്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ ഈ പുള്ളിക്കാരൻ 4th ചീഫ് മിനിസ്റ്റർ ഓഫ് ദ സ്റ്റേറ്റ് ആണ്. 4ാമത്തെ ചീഫ് മിനിസ്റ്റർ ആണ് സ്റ്റേറ്റിൻ്റെ, അത് ഛത്തീസ്ഗഡ്. ഓക്കെ, ഛത്തീസ്ഗഡ് ഫോം ആയിട്ട് കൂടുതൽ കാലങ്ങളൊന്നും ആയിട്ടില്ല അല്ലേ, 10 വർഷത്തിൻ്റെ അകത്ത് വരും. ഓക്കെ, അപ്പോൾ ആ ഒരു ഛത്തീസ്ഗഡ് 10 വർഷമല്ല, തെറ്റിപ്പോയി, 2000 ഫോം ആയ ഒരു സംഭവമാണ് ഛത്തീസ്ഗഡ് ജാർഖണ്ഡും ഫോം ആയത്. അപ്പോൾ ആ ഒരു കാര്യം നമ്മൾ അറിഞ്ഞിരിക്കുക. ഇത് 4th CM ഓഫ് എന്താണ്? ഛത്തീസ്ഗഡ് ആണ്. ഓക്കെ, ചീഫ് മിനിസ്റ്റർ വിഷ്ണു ദേവ് സായി ആണ്. അപ്പോൾ ഫോർമർ ചീഫ് മിനിസ്റ്റർ നമുക്കറിയണം ഭൂപേഷ് ഭാഗലാണ് ഫോർമർ ചീഫ് മിനിസ്റ്റർ. എന്നിട്ട് ഡെപ്യൂട്ടി CM ആരാണെന്ന് ചോദിച്ചാൽ അരുൺ സാവോ
വിജയ് ശർമ്മ. ഞാൻ പറയണില്ല, ഇത് പൊളിറ്റിക്കൽ അപ്പോയിന്റ്മെന്റ്സ് ആണ്. എന്താണ് ഡെപ്യൂട്ടി സി എമ്മിന് അങ്ങനെ വലിയ റോളൊന്നുമില്ല. അവര് വെറുതെ ഒരു എക്സാം ഫോർ ഉദ്ദേശം എന്താണ്, CM ഇല്ലാത്ത സമയത്ത് CMന്റെ റോൾ പ്ലേ ചെയ്യുക, അതാണ് ഡെപ്യൂട്ടി CMന്റെ പണി. പക്ഷേ CM ഓൾമോസ്റ്റ് എപ്പോഴും സ്റ്റേറ്റിൽ കാണും, അതുകൊണ്ട് ഡെപ്യൂട്ടി CMന് വലിയ റോളൊന്നും വരാറില്ല. ഓക്കെ, പിന്നെ ഗവർണർ നിങ്ങൾക്ക് അറിയാം ബിശ്വഭൂഷൺ ഹരിചന്ദനാണ്. പുള്ളിക്കാരൻ ആദ്യം ആന്ധ്രാപ്രദേശിന്റെ ഗവർണർ ആയിരുന്നു, പിന്നീടാണ് ഇവിടെ വന്നിട്ടുള്ളത്, ഇവിടെ ഛത്തീസ്ഗഡിൽ. ഓക്കെ, സ്റ്റേറ്റ് അനിമൽ ഓഫ് ഛത്തീസ്ഗഡ് എന്ന് വെച്ചാൽ വൈൽഡ് ബഫല്ലോ, ഏഷ്യാറ്റിക് ബഫല്ലോ അല്ലെങ്കിൽ വൈൽഡ് വാട്ടർ ബഫല്ലോ, ആർണ എന്ന് പറയും, അല്ലെങ്കിൽ വൻ ഭേസ എന്ന് പറയും. ഇതാണ് അവിടുത്തെ സ്റ്റേറ്റ് അനിമൽ. ഓക്കെ, സ്റ്റേറ്റ് ബേർഡ് ഓഫ് ഛത്തീസ്ഗഡ് എന്താണ്, ഹിൽ മൈന അല്ലെങ്കിൽ പഹാഡി മൈന. പിന്നെ സ്റ്റേറ്റ് ട്രീ ഓഫ് ഛത്തീസ്ഗഡ് സാൽ ഓർ സാൽവ. ഓക്കെ, അതാണ് അവിടുത്തെ നമ്മൾ ഛത്തീസ്ഗഡിന്റെ കാര്യത്തിൽ അറിയേണ്ട ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങളാണ്. നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ഭജൻലാൽ. ഭജൻലാൽ എന്ന് പറഞ്ഞാൽ എന്താണ്, ഭജൻലാൽ എവിടത്തെ ഇപ്പം ഇത് വന്നിട്ടുണ്ട്, രാജസ്ഥാനിൽ ഭജൻ ചെയ്തെന്നൊന്ന് ഓർമ്മിച്ച് വെച്ചിരുന്നാൽ മതി. രാജസ്ഥാനിൽ നമ്മൾ ഭജൻ ചെയ്തപ്പം ഭജൻലാൽ ശർമ്മ അവിടുത്തെ CM ആയി അല്ലേ. രാജസ്ഥാനിൽ നമ്മൾ ഭജൻ ചെയ്തപ്പം ആരാണ് CM ആയ രാജസ്ഥാന്റെ, ഭജൻലാൽ ശർമ്മ. അപ്പോൾ ആരാണ് റിപ്ലേസ് ചെയ്തതെന്ന് വെച്ചാൽ അശോക് ഗെഹ്ലോട്ടിനെയാണ് റിപ്ലേസ് ചെയ്തത്. അശോക് ഗെഹ്ലോട്ടിനെ റിപ്ലേസ് ചെയ്തിട്ട് വന്ന ഒരാളാണ് ഭജൻ ലാൽ. ഓക്കെ, അപ്പോൾ അത്തരം കാര്യം അറിഞ്ഞിരിക്കുക. ക്ലിയർ ആണല്ലോ. ഇത് CM തെറ്റിപ്പോയിട്ടുണ്ട്, വസുന്ധര രാജ അല്ല. വസുന്ധര രാജയെ നമ്മളിപ്പോൾ അശോക് ഗെഹ്ലോട്ടിന് മുമ്പുള്ള CM ആയിരുന്നു ഇവിടെ രാജസ്ഥാനിലുള്ളത്. നമ്മളെ വസുന്ധര രാജയെ റിപ്ലേസ് ചെയ്തിട്ടാണ് അശോക് ഗെഹ്ലോട്ട് വന്നത്. അശോക് ഗെഹ്ലോട്ടിന് ശേഷം വന്നതാണ് ഭജൻ ലാൽ. ഓക്കെ, അപ്പോൾ ഡെപ്യൂട്ടി ചീഫ് മിനിസ്റ്റർ ആരാണെന്ന് വെച്ചാൽ ദിയ കുമാരിയാണ്, എന്നിട്ട് പ്രേംചന്ദ് ഭൈരവ. ഓക്കെ, ഞാൻ പറഞ്ഞതുപോലെ പൊളിറ്റിക്കൽ അപ്പോയിന്റ്മെന്റ്സ് ആണ്. പിന്നെ ഗവർണർ ആരാണ്, കാൽരാജ് മിശ്ര. ഗവർണർ മാറിയിട്ടില്ല ഒരിടത്തും ഇതുവരെ. പിന്നെ ക്യാപിറ്റൽ ജയ്പൂർ ആണ്. ഓക്കെ, ആൻഡ് സ്റ്റേറ്റ് അനിമൽ അറിഞ്ഞിരിക്കണം, ചിങ്കാരയാണ് സ്റ്റേറ്റ് അനിമൽ. എന്നിട്ട് സ്റ്റേറ്റ് ഹെറിറ്റേജ് അനിമൽ ഓഫ് രാജസ്ഥാൻ എന്താണ്, ഡോർമെൻട്രി ക്യാമൽ അല്ലെങ്കിൽ ഊട്ട് എന്ന് പറയും. ഊട്ട് എന്ന് പറഞ്ഞാൽ ക്യാമലാണ്. ഓക്കെ, പിന്നെ അടുത്ത് സ്റ്റേറ്റ് ബേർഡ് ഓഫ് രാജസ്ഥാൻ ഗ്രേറ്റ് ഇന്ത്യൻ ബസ്റ്റേഡ് അല്ലെങ്കിൽ ഗോഡ്വാൻ. ഓക്കെ, ഗോഡ്വാൻ എന്ന് പറയും, അത് അവിടെ രാജസ്ഥാനിലുള്ളത്. എന്നിട്ട് ഹുക്ക ഹിന്ദിയിൽ പറയുന്നത്. ഓക്കെ, പിന്നെ സ്റ്റേറ്റ് ട്രീ ഓഫ് രാജസ്ഥാൻ കജേരി. ഓക്കെ, ഖജേരി. സ്റ്റേറ്റ് ഫ്ലവർ ഓഫ് രാജസ്ഥാൻ റോഹിത. ഓക്കെ, റോഹിഡയാണ് സ്റ്റേറ്റ് ഫ്ലവർ ഓഫ് ഇവിടുത്തെ രാജസ്ഥാൻ. അപ്പോൾ നമ്മളിപ്പം പുതിയ ഭജൻലാൽ ശർമ്മ വന്നു. ഭജൻലാൽ എന്താണ് എത്രാമത്തെ CM ആണെന്ന് നമുക്ക് അറിഞ്ഞിരിക്കണം. 14th CM ഓഫ് രാജസ്ഥാനാണ്, 14ാമത്തെ CM ആണ് രാജസ്ഥാൻ്റെ. അതും അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. ഇത്തരം കാര്യങ്ങൾ നമ്മൾ എക്സാം പോയിന്റ് ഓഫ് വ്യൂ അറിഞ്ഞിരിക്കണം. നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ റോഡ് ഫാറ്റലിറ്റീസിനെ കുറിച്ച് ഒരു റിപ്പോർട്ട് വന്നിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഒരുപാട് പെർസെൻറ്റേജും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതൊന്നും നമുക്ക് എക്സാം പോയിന്റ് ഓഫ് വ്യൂ റിലവൻ്റ് അല്ലാത്തതുകൊണ്ട് നമുക്ക് അതിനെ ഇഗ്നോർ ചെയ്യണം. വെറും ഇത്ര അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ റിപ്പോർട്ടിൻ്റെ പേരെന്താണ്, ആരാണ് പബ്ലിഷ് ചെയ്തത്, പിന്നെ ആ പബ്ലിഷ് ചെയ്ത ഓർഗനൈസേഷൻ്റെ കുറച്ച് ഡീറ്റെയിൽസ്, അത്ര നമ്മൾ ഈ ന്യൂസിൽ പഠിക്കാൻ പോണ കാര്യങ്ങളാണ്. ഫസ്റ്റ് ഓഫ് ഓൾ എന്ന് പറഞ്ഞാൽ യാത് ഓർഗനൈസേഷനാണ് പബ്ലിഷ് ചെയ്തത്, വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ. നിങ്ങൾക്ക് അറിയാം അതിൻ്റെ ഹെഡ് ആരാണെന്ന് ഞാൻ എപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ഇന്നലത്തെ വീഡിയോയിലും പറഞ്ഞ ഒരു കാര്യമാണ്. എന്താണ്, ഡോക്ടർ ടെഡ്രോസ് അഡനം ഗബ്രിയാസിസ്. പുള്ളിക്കാരനാണ് ഇതിൽ ഹെഡ്. ഇത് അവിടെ എഴുതിയിട്ടുണ്ട്, ഡോക്ടർ ടെഡ്രോസ് അഡനം ഗബ്രിയാസിസ്. എഴുതിയെടുക്കണമെങ്കിൽ എഴുതിയെടുക്കുക, അല്ലെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കാം. ഓക്കെ, പിന്നെ ഗ്ലോബൽ സ്റ്റേറ്റസ് റിപ്പോർട്ട് ഓൺ റോഡ് സേഫ്റ്റി 2023, അതാണ് ഇപ്പോഴത്തെ റിപ്പോർട്ട് പബ്ലിഷ് ചെയ്തിട്ടുള്ളത്. ആ കാര്യം നമ്മൾ എക്സാം പോയിന്റ് ഓഫ് വ്യൂ വളരെ റെലവെന്റ് ആയതുകൊണ്ട് അത് പഠിച്ചിരിക്കണം. ഓക്കെ, ഗ്ലോബൽ സ്റ്റേറ്റസ് റിപ്പോർട്ട് ഓൺ റോഡ് സേഫ്റ്റി 2023. റോഡ് സേഫ്റ്റിയെ കുറിച്ച്. സേഫ്റ്റി ഇപ്പം നിങ്ങൾ ആലോചിച്ച് നോക്കുക, റോഡിൽ ഒരു ആക്സിഡന്റ് നടന്നിട്ട് എന്തെങ്കിലും പറ്റുകയാണെങ്കിൽ എവിടെയാണ് പോകണം, ഹോസ്പിറ്റൽ എന്തിൻ്റെ അണ്ടറിലാണ് പറഞ്ഞത്, ഹെൽത്ത്. അത് നോക്കാം, വേൾഡ് വൈഡ് നോക്കണം ആരാണ്, വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ. അതുകൊണ്ട് റോഡ് സേഫ്റ്റി, ദാറ്റ് ഈസ് ഗ്ലോബൽ സ്റ്റേറ്റസ് റിപ്പോർട്ട് ഓൺ റോഡ് സേഫ്റ്റി 2023 റിലീസ് ചെയ്തത് ആരാണ്, വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ. ഓക്കെ, ഹെഡ് ക്വാർട്ടർ എവിടെയാണ് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ്റെ, പെട്ടെന്ന് പറയും എവിടെയാണ്, ജനീവ, സ്വിറ്റ്സർലാൻഡിലാണ്. ഫൗണ്ടേഴ്സ് ആരാണെന്ന് ചോദിച്ചാൽ എന്താണ്, യുണൈറ്റഡ് സ്റ്റേറ്റ്സ്, ബ്രസീൽ, മെക്സിക്കോ, ഫ്രാൻസ്, ടോക്കിയോ, എന്നിട്ട് പിന്നെ കുറച്ച് വേറെയും കൺട്രീസ് ഉണ്ട്. ഓക്കെ, ഒത്തിരി കൺട്രീസ് ഉണ്ട്. ഇവരൊക്കെയാണ് ഫോർമോസ്റ്റ് എന്ന് നമുക്ക് പറയാനുള്ളത്. ഫൗണ്ടഡ് എപ്പോഴാണ് ചെയ്തിട്ടുള്ളത്, 1948 ഫൗണ്ട് ചെയ്ത. പാരന്റ് ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞാൽ UN ആണ്. പിന്നെ അത് WHO is made up of 194 മെമ്പർ സ്റ്റേറ്റ്സ്. നമുക്ക് UN എത്ര മെമ്പേഴ്സ് ഉണ്ടെന്ന് എല്ലാവർക്കും അറിയാം, 193 മെമ്പേഴ്സ് ആണ്, ഒരു മെമ്പർ കൂടുതലാണ്. ഓക്കെ, ഇവിടെ ക്ലിയർ ആണല്ലോ. ഇത്തരം കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കുക. എന്നിട്ട് വേൾഡ് ഹെൽത്ത് ഡേ എപ്പോഴാണ് സെലിബ്രേറ്റ് ചെയ്യണം, നമ്മൾ ഇതിനു മുമ്പേ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. April 7th ഇത് ഫംഗ്ഷനിങ് ബിഗിൻ ചെയ്തത്. അതുകൊണ്ട് April 7th നമ്മൾ വേൾഡ് ഹെൽത്ത് ഡേ ഒബ്സർവ് ചെയ്യണം. ആ കാര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, COP28 കുറിച്ച് തന്നെയാണ് ഞാൻ പറഞ്ഞില്ല. അതിൽ എടുത്ത കുറച്ച് ഡിസിഷൻസിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. എന്താണ്, ലോസ് ആൻഡ് ഡാമേജ് ഫണ്ട് നമ്മൾ പറഞ്ഞിട്ടുള്ള കാര്യമാണ്, അതുകൊണ്ട് വീണ്ടും ഞാൻ പറയുന്നില്ല, എന്നാലും ഞാൻ ഒന്ന് പറഞ്ഞിട്ടിടാം. ലോസ് ആൻഡ് ഡാമേജ് ഫണ്ട് എന്ന് പറഞ്ഞാൽ ബേസിക്കലി ചില ലോസസ് നമ്മൾ ഈ ക്ലൈമറ്റ് ചേഞ്ച് കൊണ്ടുണ്ടാവുന്നത്, ചില ലോസ് ലൈക്ക് കോസ്റ്റൽ ഏരിയയിൽ എന്താണ് പറയുന്നത്, ഫ്ലഡിംഗ് ഒക്കെ നടന്ന് അവിടുത്തെ ലൈവ്ലിഹുഡ് ഒക്കെ നഷ്ടപ്പെട്ടു, അങ്ങനെയൊക്കെ ചെയ്തിട്ടുള്ളത് ഇർറിപ്ലേസബിൾ ആണ്. എന്ന് പറഞ്ഞാൽ അത് തിരിച്ച് അവർക്ക് ആ ഒരു നോർമൽ ലൈഫിലോട്ട് വരാൻ പറ്റില്ല. അപ്പോൾ അത് ആ ലോസിനെ, ആ ഡാമേജിനെ എന്താണ് ഫണ്ട് ചെയ്യണം. അതിനുവേണ്ടി ഒരു ഫണ്ട് എസ്റ്റാബ്ലിഷ് ചെയ്യണമെന്നുള്ളത് 2028 ഈ COP28
ഫൈനലൈസ് ചെയ്തു. പിന്നെ ഗ്ലോബൽ സ്റ്റോക്ക് ടേക്ക് ടെക്സ്റ്റ് ഉണ്ടായിരുന്നു. അതിൻ്റെ എന്താണ് ബേസിക്കലി നമ്മളെ നാഷണൽ ഡിറ്റർമൈൻഡ് കോൺട്രിബ്യൂഷൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ട്. അതിൽ എത്രത്തോളം കൺട്രീസ് അവരവരെ കോൺട്രിബ്യൂഷൻ്റെ ഭാഗം അവർ പറഞ്ഞിട്ടുള്ള വോളണ്ടറിലി പറഞ്ഞിട്ടുള്ള നമ്മൾ ഇത്ര റെഡ്യൂസ് ചെയ്യും, ക്ലൈമറ്റ് ചേഞ്ചിന് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ഗ്യാസസ് എമിറ്റ് ചെയ്യുന്നതൊക്കെ നമ്മൾ കുറയ്ക്കും എന്ന് പറഞ്ഞത് എത്ര അച്ചീവ് ചെയ്തെന്നാണ് ആ ഗ്ലോബൽ സ്റ്റോക്ക് ടേക്ക് ടെക്സ്റ്റിലുള്ളത്. ഓക്കെ, പിന്നെ ഗ്ലോബൽ റിന്യൂവബിൾ ആൻഡ് എനർജി എഫിഷ്യൻസി പ്ലഡ്ജ്, അപ്പോൾ അവർ റിന്യൂവബിൾ എനർജിയിലോട്ട് കൂടുതലും മൂവ് ഓൺ ചെയ്യും എന്നുള്ളൊരു പ്ലഡ്ജ് എടുത്തിട്ടുണ്ട്. പിന്നെ ഗ്ലോബൽ കൂളിംഗ് പ്ലഡ്ജ് ഫോർ COP28 ഉണ്ടായിരുന്നു. പിന്നെ ക്ലൈമറ്റ് ഫൈനാൻസിങ്ങിനെ കുറിച്ച് പറഞ്ഞിട്ട് ഈ ക്ലൈമറ്റ് ഫൈനാൻസിങ്ങിനെ കുറിച്ച് എല്ലാം കോപ്പിലും പറയാറുണ്ട്. ഓക്കെ, അപ്പോൾ ക്ലൈമറ്റ് ചേഞ്ചിനെ നിർത്താൻ വേണ്ടിയുള്ള ഫൈനാൻസിങ് ആണ് ടെക്നോളജീസിനും അതിനും കാര്യങ്ങൾക്ക്. ഓക്കെ, അടുത്ത കാര്യം എന്ന് പറഞ്ഞാൽ ന്യൂ ഡൽഹി ഡെക്ലറേഷൻ ഓൺ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്. നമ്മൾ GPAI എന്ന് പറയുന്ന സംഭവം അല്ലേ, GPAI നമ്മൾ നോക്കി, ഗ്ലോബൽ പാർട്ട്ണർഷിപ്പ് ഇൻ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്. ഇന്നലെ നോക്കി, മെനിങ്ങാൻ നോക്കി, അതിന് മുമ്പത്തെ വീഡിയോയിലും നോക്കി. കാരണം റീസെന്റ് നടക്കുകയാണ്, ഇവന്റ് നടക്കുകയായിരുന്നു. അപ്പോൾ ഇന്ത്യയാണ് ഹോസ്റ്റ് ചെയ്യണത്, അതുകൊണ്ട് നമ്മൾ നോക്കിയേ പറ്റൂ, അത് ഇമ്പോർട്ടൻ്റ് ആണ്. ആ ഡീറ്റെയിൽ എല്ലാം നമ്മൾ ഓൾറെഡി നോക്കി കഴിഞ്ഞു, എന്നാലും നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ അറിയേണ്ട കാര്യമാണ് ഈ GPAI ഒരു ഭാഗമായിട്ടാണ് ന്യൂ ഡൽഹി ഡിക്ലറേഷൻ വന്നത്. ഇതെന്താണ്, AI റിലേറ്റഡ് ആണ്. എക്സാമ്പിൾ ചോദിച്ചാൽ GPAI ഈസ് റിലേറ്റഡ് ടു വിച്ച് ഓഫ് ദ ഫോളോയിങ് എന്ന് വെച്ചാൽ അപ്പോൾ നമ്മൾ അറിയണം AI ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ ബന്ധപ്പെട്ട ഒരു കാര്യമാണ്. ഓക്കെ, അപ്പോൾ ഇത് ലോഞ്ച് ചെയ്തത് എപ്പോഴെന്ന് വെച്ചാൽ 2020 പറഞ്ഞാൽ 15 മെമ്പേഴ്സാണ് ചേർന്ന് ലോഞ്ച് ചെയ്തത്. ഇപ്പം നിലവിൽ 25 മെമ്പർ ഉണ്ട്. ഇത് നമ്മൾ ഓൾറെഡി പഠിച്ച കാര്യമാണ്. ഓക്കെ, ഇതിന്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ടു ഫീൽ വാട്ട് ഈസ് ഡിസ്ക്രൈബ്ഡ് ആസ് എ ഗ്യാപ്പ് ബിറ്റ്വീൻ തിയറി ആൻഡ് പ്രാക്ടീസ് ഓൺ AI. AI ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്താണ് AI ഇങ്ങനെ ആയിരിക്കണം എന്ന് നമുക്ക് ഉദ്ദേശമുണ്ട്. AI എന്ന് പറഞ്ഞാൽ ഒരു ഹ്യൂമന്റെ പോലെ ഒരു കോൺഷ്യസ്നെസ് ഉള്ള ഒരു എന്താണ് ഒരു എൻറ്റിറ്റി ആയിരിക്കണം എന്നുള്ള ഉദ്ദേശമുണ്ട്. ബട്ട് അതൊരു തിയറിയിൽ മാത്രമാണ്. ആ തിയറിനെ പ്രാക്ടിക്കാലിറ്റിയിലോട്ട് എത്തിക്കുക എന്നുള്ള ഉദ്ദേശം വെച്ചാണ് നമ്മൾ GPAI എന്ന് പറയുന്ന ഇനിഷ്യേറ്റീവ് ലോഞ്ച് ചെയ്തത്. ബട്ട് അവിടെ ഒരു കാര്യമുണ്ട്, സേഫ്റ്റിയും കൂടെ ആസ്പെക്ട് നോക്കാം. നമ്മൾ ടെർമിനേറ്റർ പോലത്തെ മൂവീസിൽ കണ്ടിട്ടുണ്ട്, AI കൈ വിട്ടു പോകുമ്പോൾ എന്താണ് പറ്റണേ, അവർ ലോകം നശിപ്പിക്കാൻ നോക്കും. അപ്പോൾ അങ്ങനെ നശിപ്പിക്കാതിരിക്കാൻ വേണ്ടി, കാരണം നമ്മളെ പല സയന്റിസ്റ്റും വലിയ വലിയ ഓൺട്രപ്രീനിയേഴ്സ് ലൈക്ക് ഇലോൺ മസ്കും ഇവരൊക്കെ വാൺ ചെയ്തിട്ടുണ്ട് AI കൈവിട്ട് പോകാൻ സാധ്യതയുണ്ട് എന്നുള്ള രീതിയിൽ വാൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനെ റെഗുലേറ്റ് ചെയ്യണമെന്നും കൂടെ കാര്യം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു കാര്യം കൂടെ ഇതിൽ കൺസിഡർ ചെയ്യാറുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്തരം കാര്യമുണ്ട്. ഇതിൽ നമ്മൾ മെമ്പർ കൺട്രീസ് പറഞ്ഞിട്ടുണ്ട്, അത് നോക്കുക. പിന്നെ വാട്ട് ആർ ദ ഇനിഷ്യേറ്റീവ്സ് റിലേറ്റഡ് ടു AI. അപ്പോൾ നമ്മൾ ഇത് ഡിസ്കസ് ചെയ്ത കാര്യം തന്നെയാണ്. നാഷണൽ AI സ്ട്രാറ്റജി, മൈ ഗവൺമെന്റ്, കൊറോണ ഹെൽപ്പ് ഡെസ്ക്, ചാറ്റ് ബോട്ട്, പിന്നെ റേസ് 2020 റെസ്പോൺസിബിൾ AI ഫോർ സോഷ്യൽ എംപവർമെന്റ്, പിന്നെ വൈശ്വിക് ഭാരതീയ വൈജ്ഞാനിക് സമിറ്റ്. ഓക്കെ, ഇതൊക്കെ ഉണ്ടായിരുന്നു. അടുത്ത് കർവ് ഫ്രീബീസ് ഡോൾഡ് ഔട്ട് ടു ഡോക്ടർ ബൈ ഫാർമ ഫേംസ്. ഓക്കെ, നമ്മൾ ഈ ഫാർമ ഫേംസ് അറിയാം, നിങ്ങൾക്ക് റെപ്പ് എന്ന് പറയും അല്ലേ, നമ്മളെ ഫാർമസ്യൂട്ടിക്കൽ റെപ്രസെൻറ്റേറ്റീവ്സ് എവിടെ പോകും, ഡോക്ടറിനെ കാണാൻ പോകും. നിങ്ങൾ ഡോക്ടറിനെ കാണാൻ എന്താ, ഹെൽത്ത് ചെക്കപ്പ് ചെയ്യാനാണോ? അല്ല, ഡോക്ടറിന് അവരെ പുതിയ വന്ന മെഡിസിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുക അല്ലെങ്കിൽ എഡ്യൂക്കേറ്റ് ചെയ്യാനാണ് പോകുന്നത്. പക്ഷേ ഒരു കാര്യമുണ്ട്, അവർ എഡ്യൂക്കേറ്റ് മാത്രമല്ല ചെയ്യണത്, ഡോക്ടറിനെ ബ്രൈബും കൂടെ ചെയ്യാറുണ്ട്. അവർ പറയും ഓക്കെ നമ്മളെ ഈ ഇത് സംഭവം പ്രൊഡക്റ്റിനെ നിങ്ങൾ സെല് ചെയ്താൽ നമ്മൾ നിങ്ങൾക്ക് ഇന്ന ടൂർ തരാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇന്ന പർട്ടിക്കുലർ ഗിഫ്റ്റ് തരാം, അല്ലെങ്കിൽ ഇത്രയും രൂപ തരാം. ചില കേസുകളിൽ മണി ക്യാഷും കൊടുക്കാറുണ്ട്. ബട്ട് നോർമലി അവരെന്താണ് ട്രിപ്പ് കൊടുക്കും, ഫോറിൻ ട്രിപ്പ് അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ജോളി ട്രിപ്പ്, നമ്മളെ ഗോവയിലോട്ട് പോകാമെന്നോ ഷിംലയിലോട്ടുള്ള യാത്രയോ അങ്ങനെ എന്തെങ്കിലും ഒരു ട്രിപ്പ് സ്പോൺസർ ചെയ്യും. ഓക്കെ, ട്രിപ്പ് എന്ന് പറഞ്ഞാൽ ബേസിക്കലി അവർ പറയുന്നതാണ് സ്റ്റഡി ട്രിപ്പ് ആണെന്നുള്ളത്. എന്ന് പറഞ്ഞാൽ ഈ മെഡിക്കൽ ഫീൽഡിലുള്ള സ്റ്റഡി ട്രിപ്പ് ആയിരിക്കും എന്നാണ് പറയുന്നത്. ബട്ട് ട്രിപ്പ് ചുമ്മാ എൻജോയ്മെന്റിനുള്ള ട്രിപ്പ് ആയിരിക്കും. പിന്നെ അതുകൂടാതെ എന്താണ് നമ്മളെ ഈ ബ്രാൻഡഡ് നെയിം പെന്നും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യാറുണ്ട്. നമ്മളെ കുറേ എക്യുപ്മെന്റ്സ് ഓഫീസിന് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യാറുണ്ട്. അപ്പോൾ അതൊക്കെ എന്തിനാണ് അവരെ മെഡിസിനെ പ്രൊമോട്ട് ചെയ്യാം. പിന്നെ അതുകൂടാതെ ഡോക്ടേഴ്സിന് കമ്മീഷൻ കൊടുക്കുന്ന പരിപാടിയും ഉണ്ട്. എന്ന് പറഞ്ഞാൽ ഈ നിങ്ങൾ നമ്മളെ മരുന്ന് റെക്കമെൻഡ് ചെയ്ത കമ്മീഷൻ കൊടുക്കുക. അപ്പോൾ നീതി ആയോഗിനെ ഹെഡ് ചെയ്ത് വിനോദ് കെ പോൾ അല്ലേ, വിനോദ് കെ പോളിന്റെ ഒരു കമ്മിറ്റി ഉണ്ടായിരുന്നു, 5 മെമ്പർ കമ്മിറ്റി. അവർ റെക്കമെൻഡ് ചെയ്തത് പറഞ്ഞാൽ ഈ ഡോൾസ് അല്ലെങ്കിൽ ഈ ഒരു എന്താണ് പറയുക, ഈ ഫ്രീബീസ് കൊടുക്കണമെന്ന് നിർത്തണമെന്ന് നല്ലതായിരിക്കും. കാരണം ഡോക്ടേഴ്സ് എന്താണ് ആക്ച്വൽ മെഡിസിൻ കൊടുക്കാതെ ഭയങ്കര ഹൈ ഇമ്പാക്റ്റ് ഉള്ള മെഡിസിൻസ് ഒക്കെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിൽ ഒരുപാട് സൈഡ് ഇഫക്റ്റ് ഉണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇത് വന്നത് ഈ കമ്മിറ്റി ഫോം ചെയ്ത എന്തിൻ്റെ അണ്ടറിലാണ്, റിപ്പോർട്ട് എന്തിൻ്റെ അണ്ടറിലാണ്, ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഫാർമസ്യൂട്ടിക്കൽസ് അണ്ടർ മിനിസ്ട്രി ഓഫ് കെമിക്കൽ ആൻഡ് ഫെർട്ടിലൈസേഴ്സ്. കെമിക്കൽ ആൻഡ് ഫെർട്ടിലൈസർ മിനിസ്റ്ററിന്റെ ഇൻചാർജ് ആരാണ്? മിനിസ്റ്റർ ഇൻചാർജ് എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് അറിയാം, മൻസുഖ് മാണ്ഡവ്യയാണ്. മൻസുഖ് മാണ്ഡവ്യ ആരാണ്? മൻസുഖ് മാണ്ഡവ്യ ഈസ് മിനിസ്റ്റർ ഓഫ് ഹെൽത്ത് ആൻഡ് ഫാമിലി വെൽഫെയർ. അപ്പോൾ ആ ഒരു കാര്യം കൂടെ നമ്മൾ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ അറിഞ്ഞിരിക്കുക. ഇത്തരം കാര്യങ്ങളാണ് ഈ ന്യൂസിൽ നമ്മൾ പഠിക്കാനുള്ളതായിരുന്നു. ഓക്കെ, നമുക്ക് അറിഞ്ഞിരിക്കണം ഈ 5 മെമ്പർ കമ്മിറ്റി ആര് ഹെഡ് ചെയ്തതെന്ന് വെച്ചാൽ വിനോദ് കെ പോൾ ആണ്. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ IMF ക്ലിയർസ് സെക്കൻഡ് ട്രാൻഷ് ഓഫ് 337 million ഫോർ ശ്രീലങ്ക. ശ്രീലങ്ക നിങ്ങൾക്കറിയാം ഇക്കണോമിക്കലി ഭയങ്കര പ്രശ്നമായിട്ട് കിടക്കുന്ന ഒരു കൺട്രിയാണ്. ഇപ്പോൾ അവിടെ ഒരു വർഷം മുമ്പൊക്കെ അവിടെ ഭയങ്കര
പ്രൊട്ടസ്റ്റും റയോട്ട്സും ഒക്കെ നടന്നതാണ്. കാരണം അവർ ആഹാരം കഴിക്കാൻ പോലും പൈസ ഇല്ലാത്തൊരവസ്ഥ. ഓക്കെ, അപ്പോൾ അതിനെ ഓവർകം ചെയ്യാൻ നമ്മൾ ഇതിനു മുമ്പ് ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ട്, വേൾഡ് ബാങ്ക് ഇവരൊക്കെ ഫൈനാൻസിങ് ചെയ്യണുണ്ട് അവർക്ക്. അപ്പോൾ ഇതിന് കൂടാതെ സെക്കൻഡ് ട്രാഷ് എന്ന് പറഞ്ഞാൽ സെക്കൻഡ് ഇൻസ്റ്റാൾമെന്റ് ഓഫ് $337 million ആർക്കാണ് കൊടുത്തത്? ശ്രീലങ്കയ്ക്ക്. എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ നമ്മൾ ബാങ്ക് എക്സാംസിന് ഇത് ചോദിക്കുക എത്ര amount ആണ് കൊടുത്തിട്ടുള്ളത്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആർക്കാണ് കൊടുത്തതെന്ന് വെച്ചാൽ ശ്രീലങ്കയ്ക്കാണ് കൊടുത്തത്. ഇത് ബേസിക്കലി എന്താണ്? എക്സ്റ്റെൻഡഡ് ഫണ്ട് ഫെസിലിറ്റി ആണ്. ഇതിന്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ നമ്മളെ ഫൈനാൻഷ്യൽ ക്രൈസിസ് നടക്കുമ്പോൾ ഒരു ഫണ്ട് അവരെ ബജറ്റിൽ ഷോർട്ട് കമ്മിങ് വരണ സംഭവം, അല്ലെങ്കിൽ ഇപ്പോൾ സപ്പോസ് അവർക്ക് 100 കോടി രൂപയാണ് അവരുടെ ബഡ്ജറ്റ്. എക്സാമ്പിൾ ആണ് പറയുന്നത്. 100 കോടി കൊണ്ട് ഒരു കൺട്രീനെയും ബഡ്ജറ്റ് മീറ്റ് ആവില്ല. ഓക്കെ, 100 കോടിയാണ് ആവശ്യം, പക്ഷെ അവരിലുള്ളത് 80 കോടിയാണ്. ഓക്കെ, അപ്പോൾ ഇത് എക്സ്റ്റെൻഡഡ് ഫണ്ട് ഫെസിലിറ്റി എന്ന് പറഞ്ഞാൽ അവർ ഒരു ലോൺ ഓൾറെഡി കൊടുത്തിട്ടുണ്ട്, ബട്ട് ഈ 20 കോടി രൂപയുടെ ഷോർട്ടേജിനെ ഫില്ല് ചെയ്യാൻ കൂടെ അവരതിനെ എക്സ്റ്റെൻഡ് ചെയ്യും. ആ ഒരു ഫെസിലിറ്റിയാണ് ഇവിടെ കൊടുക്കുന്നത്. അതിൻ്റെ റീപേയ്മെന്റ് എന്താണ്? 4 തൊട്ട് 10 വർഷത്തിന്റെ ലോൺ റീപേയ്മെന്റ് ടൈമാണ് കൊടുത്തിട്ടുള്ളത്. അതൊന്നും നിങ്ങൾ പഠിക്കേണ്ട ആവശ്യമില്ല. ബട്ട് ഇത്തരം കാര്യം അറിഞ്ഞു തന്നത് ആർക്ക് കൊടുത്തത്? IMF ആർക്കാണ് കൊടുത്തത്? നമ്മളെ ശ്രീലങ്കയ്ക്ക് കൊടുത്തത്. അത്തരം കാര്യങ്ങൾ അറിഞ്ഞിരിക്കുക. പിന്നെ IMFന്റെ ഹെഡ് അറിഞ്ഞിരിക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ക്രിസ്റ്റലിന ജോർജീവ. ഇത് പ്രീവിയസ് ഇയർ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ തന്നെയാണ്. വീണ്ടും ചോദിച്ചുവിടാന്ന് പറയാൻ പറ്റില്ല. ചോദിച്ചാൽ അറിഞ്ഞിരിക്കണം. ക്രിസ്റ്റലിന ജോർജീവ. ഓക്കെ, ക്രിസ്റ്റലിന ജോർജീവ ആണ്. ഓക്കെ, ക്ലിയർ ആണല്ലോ? ക്രിസ്റ്റലിന ജോർജീവ ആണ് ഇതിന്റെ IMFന്റെ ഹെഡ്. അത് ഹെഡ് ക്വാർട്ടർ എവിടെയാണെന്ന് ചോദിച്ചാൽ വാഷിംഗ്ടൺ DC-യിലാണ്. വാഷിംഗ്ടൺ DC. ഓക്കെ, ഇതെല്ലാം സ്പെല്ലിംഗ് ഞാൻ ഷോർട്ടിൽ എഴുതിയെന്നുള്ളൂ. വാഷിംഗ്ടൺ DC. ഓക്കെ, ഇതൊക്കെയാണ് ക്രെഡിറ്റ് ഫെസിലിറ്റീസ് അവർ കൊടുക്കുന്നത് IMF. ഓക്കെ, ഇതിപ്പം ഫ്ലെക്സിബിൾ ക്രെഡിറ്റ് ലൈൻ ഉണ്ട്, എക്സ്റ്റെൻഡഡ് ക്രെഡിറ്റ് ഫെസിലിറ്റി ഉണ്ട്, പ്രിക്കോഷണറി ആൻഡ് ലിക്വിഡ് ലൈൻ ഉണ്ട്. ഇങ്ങനെ ഒരു കോൺസെപ്റ്റ് ഉണ്ട്. ഓരോ പ്രാവശ്യം ന്യൂസിൽ വരുമ്പോൾ അതിനെ ഡിസ്കസ് ചെയ്യാം. അല്ലാതെ അവർ ഇതിനെ സ്റ്റാൻഡ് അലോൺ ആയിട്ട് എടുത്ത് ചോദിക്കാൻ പോണില്ല. നമ്മൾ ന്യൂസിൽ വരുമ്പോൾ അതിനെ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അടുത്ത ന്യൂസ് എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. എന്താണ്? സ്ട്രീറ്റ് വെൻഡേഴ്സ് ആത്മനിർഭർ നിധി, PM സ്വനിധി എന്ന് പറയുന്ന സ്കീമിനെ കുറിച്ചാണ്. അതിൽ ഇതുവരെ 9,790 crore rupees ലോൺ കൊടുത്തു കഴിഞ്ഞു. അപ്പോൾ നമുക്ക് ഈ സ്കീമിനെ കുറിച്ചൊന്ന് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കാം. ഇത് മിനിസ്ട്രി ഓഫ് മൈക്രോ സ്മോൾ ആൻഡ് മീഡിയം എന്റർപ്രൈസിന്റെ അണ്ടറിൽ വരുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് സ്കീമാണ്. എന്നിട്ട് അത് അപ്പോഴും നമ്മൾ ഇപ്പോൾ MSME കുറിച്ച് പറഞ്ഞു. അപ്പോൾ മിനിസ്റ്റർ ഇൻചാർജ് ആരാണെന്ന് അറിഞ്ഞിരിക്കുന്നത് ഇമ്പോർട്ടൻ്റ് ആണ്. നാരായൺ റാണെ. ഓക്കെ, അപ്പോഴും മിനിസ്റ്റർ ഇൻചാർജ് നാരായൺ റാണയാണ്. പുള്ളിക്കാരനാണ് MSME ഹെഡ്. അപ്പോൾ ഈ സ്കീമിൽ ബേസിക്കലി പറയണമെന്ന് വെച്ചാൽ സ്ട്രീറ്റ് വെൻഡേഴ്സ് അറിയാലോ നിങ്ങൾക്ക്, റോഡിൽ നിന്ന് അവർ ആൾക്കാർ ഒരു നമ്മളെന്താ പറയുക സ്റ്റോളൊക്കെ ഇട്ടിട്ട് അതിൽ സെല് ചെയ്യാറുണ്ട്. അപ്പോൾ അവർക്ക് എന്താണ്? ഒരു വർക്കിംഗ് ക്യാപിറ്റൽ വേണം. വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ അവർ സാധനങ്ങൾ പർച്ചേസ് ചെയ്യാനും കാര്യങ്ങൾക്ക് ക്യാപിറ്റൽ വേണം. ബട്ട് അവർക്ക് കിട്ടാറില്ല. അപ്പോൾ അതുകൊണ്ട് ഗവൺമെന്റ് എന്ത് തീരുമാനിച്ച് അവർ ഇതിന് പൈസയ്ക്ക് വേണ്ടി ഇവിടെ പോകും, ലാൻഡ് ലോഡ്സിൻ്റെ അടുത്ത് പോകും. അവരെന്താ ലാൻഡ് ലോഡ്സ് അല്ല, മണി ലെൻഡേഴ്സിൻ്റെ അടുത്ത് പോകും. അവരെന്താ വെട്ടി പലിശ അവരെ മുടിപ്പിച്ച് കളയും. അതുകൊണ്ട് എന്ത് ചെയ്തെന്ന് പറഞ്ഞാൽ ഗവൺമെന്റ് ആദ്യം 3 ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് അമൗണ്ട് കൊടുക്കാൻ തീരുമാനം. ഇൻസ്റ്റാൾമെന്റ് അല്ല, ബേസിക്കലി 20,000 നിങ്ങൾക്ക് ആദ്യം എടുക്കാം. അത് എടുത്ത് തിരിച്ചടയ്ക്കുമ്പോൾ അടുത്തൊരു അമൗണ്ട് കിട്ടും. പിന്നെ അത് അടയ്ക്കുമ്പോൾ 50,000 വരെ നിങ്ങൾക്ക് മാക്സിമം അമൗണ്ട് കിട്ടാൻ സാധ്യതയുണ്ട്. ഓക്കെ, അപ്പോൾ ആ ഒരു അമൗണ്ട് കൊടുത്താണ് അവർ പറയുന്നത്. PM സ്വനിധിയിൽ 9,790 crore rupees ആണ് ലോൺ കൊടുത്തിട്ടുള്ളത്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഇത് ഏത് വർഷം എത്ര കൊടുത്തിട്ടുണ്ടെന്നുള്ളത് ഡീറ്റെയിൽ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊന്നും നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. ബട്ട് ഇത്തരം കാര്യങ്ങൾ അറിഞ്ഞത് അത് ലോഞ്ച് ചെയ്തത് എപ്പോഴാണ്? ഈ COVID-19 ഔട്ട്ബ്രേക്കിന്റെ സമയത്താണ്. ഓക്കെ, ഡ്യൂറിംഗ് കോവിഡ് ഔട്ട്ബ്രേക്ക് ആസ് എ മൈക്രോ ക്രെഡിറ്റ് സ്കീം. ആർക്ക് വേണ്ടിയാണ്? കൊലാട്രൽ ഫ്രീ വർക്കിംഗ് ക്യാപിറ്റൽ ലോൺ അപ് ടു 50,000. ആദ്യം 50,000 കൊടുക്കൂല. അത് മനസ്സിലാക്കേണ്ട കാര്യമാണ്. 3 ഇൻസ്റ്റാൾമെന്റ് ആയിട്ടാണ്. നിങ്ങൾ ഫസ്റ്റ് ഇൻസ്റ്റാൾമെന്റ് കിട്ടും. നിങ്ങൾ യൂസ് ചെയ്തിട്ട് തിരിച്ചടയ്ക്കുമ്പോൾ അടുത്ത ഇൻസ്റ്റാൾമെന്റ് കുറച്ചുകൂടെ വലുതായിട്ട് അങ്ങനെ 50,000 വരെ നിങ്ങൾക്ക് കിട്ടാം. ആർക്കാണ്? സ്ട്രീറ്റ് വെൻഡേഴ്സിന്. അത് അറിഞ്ഞിരിക്കണം. നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? Prime Minister Narendra Modi has launched Vikasit Bharat 2047 Voice of Youth. ഓക്കെ, ഈ വികസിത് ഭാരത് യാത്ര എന്ന് പറയുന്നത് ഇപ്പം തുടങ്ങിയിട്ടുണ്ട്. അത് നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യങ്ങൾ തന്നെയാണ്. എന്താണ്? ബേസിക്കലി ഗവൺമെന്റ് സ്കീംസും ഗവൺമെന്റ് ആൾക്കാർക്ക് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങൾക്ക് ഇൻഫർമേഷൻ അല്ലെങ്കിൽ അവയർനെസ് സ്പ്രെഡ് ചെയ്യാന്നുള്ളൊരു ഉദ്ദേശമാണ്. ബേസിക്കലി അവരെന്ത് ചെയ്യണത്? വാൻസ് അല്ലെങ്കിൽ ഇങ്ങനെ കാരവാൻസിനെ ബ്രാൻഡിങ് ചെയ്യും ഗവൺമെന്റ് സ്കീംസും ഇതിന് വെച്ച്. എന്നിട്ട് അത് വില്ലേജസിലൊക്കെ കൊണ്ടുപോയി ആൾക്കാരെ കാണിച്ച് ആൾക്കാരെ മീറ്റ് ചെയ്ത് ആൾക്കാരെ അറിയിക്കും. ഗവൺമെന്റ് ഇന്ന സ്കീമുണ്ട്, അത് നിങ്ങൾക്ക് ബെനിഫിഷ്യൽ ആണ് എന്നുള്ള രീതിയിൽ അറിയിക്കും. കാരണം മെയിൻലി പറ്റുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരുപാട് സ്കീംസ് ഉണ്ട് ഗവൺമെന്റ്, ബട്ട് റൂറൽ ഏരിയയിൽ ആർക്കും അറിയത്തില്ല അതിന്റെ സ്കീം ഇങ്ങനെ ഉണ്ടെന്നുള്ള കാര്യം. അതിന്റെ കാരണം എന്താണ്? അവർക്ക് അതിന്റെ ബെനിഫിറ്റ് റീപ്പ് ഔട്ട് ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് ഇവരെന്ത് ചെയ്യണത്? ഇങ്ങനത്തെ ഒരു വെഹിക്കിൾസിൽ അവർ കൊണ്ടുപോയി ആൾക്കാരെ അറിയിക്കുക. ബേസിക്കലി അവയർനെസ് ക്യാമ്പയിൻ ആണ്. അത്രയേ ഉള്ളൂ. എന്താണ്? നമ്മളെ വികസിത് ഭാരത് 2047 ഇവരുടെ മെയിൻ ഫോക്കസ് എന്താണ്? ഡെവലപ്ഡ് കൺട്രി ആക്കുക ഇന്ത്യ 2047 വരെ. നമ്മളെ പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി എന്താണ് പറഞ്ഞിട്ടുള്ളത്? 2047 ആവുന്നേരം നമ്മൾ എന്ത് ചെയ്യണം? ഡെവലപ്ഡ് കൺട്രി ആയി മാറും എന്നുള്ള രീതിയിൽ ഒരു വിഷൻ പറഞ്ഞിട്ടുണ്ട്. ആ വിഷൻ അച്ചീവ് ചെയ്യാൻ വേണ്ടിയുള്ളൊരു എന്താണ് പറയണത്? ഒരു മൂവ്മെന്റ് ആണ് ഈ ഒരു സംഭവം. ഓക്കെ, അത്തരം കാര്യം നമ്മൾ അറിഞ്ഞിരിക്കുക. പിന്നെ
അടുത്ത പറഞ്ഞാൽ ഗവർണർ ഓഫ് ആസാം ഗുലാബ് ചന്ദ് കട്ടാരിയ ഹോസ്റ്റഡ് ദ പ്രോഗ്രാം അറ്റ് IIT ഗുവാഹട്ടി വെയർ 1000 സ്റ്റുഡൻസ് വൈസ് ചാൻസലേഴ്സ് ആൻഡ് ഹെഡ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ അബൌട്ട് 61 ഹയർ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് അറ്റൻഡഡ് ദ ഫിസിക്കലി. ഈ വികസിത് ഭാരത് വോയിസ് ഓഫ് ദ യൂത്ത്. അപ്പോൾ യൂത്തിന് എങ്ങനെയാണ്, യൂത്തിന് എന്ന് പറഞ്ഞാൽ ഗ്രാജുവേഷൻ ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് ജോബ് വേണം, അല്ലെങ്കിൽ അവർക്ക് ബിസിനസ് സെറ്റപ്പ് ചെയ്യാൻ ഫണ്ടും കാര്യങ്ങളും വേണം. അതിന് മെയിൻ ആയിട്ട് ആവശ്യം എന്ന് പറഞ്ഞാൽ അവർക്ക് അവയർനെസ് ആണ്. അവർക്ക് എന്തൊക്കെ ഗവൺമെന്റിൽ നിന്ന് ആനുകൂല്യങ്ങളുണ്ട് അവർക്ക് ഫ്രണ്ടിലോട്ട് ഗ്രോ ചെയ്യാൻ വേണ്ടി, അതൊക്കെ അറിയിക്കാൻ വേണ്ടിയുള്ളൊരു ഇനിഷ്യേറ്റീവും കൂടെയാണ് ഈ സംഭവം. ഓക്കെ, അതിനു വേണ്ടിയാണ് നമ്മളെ ഗുലാബ് ചന്ദ് കട്ടാരിയ എന്താണ് ആസാമിൽ ചെയ്തത്. അത് മാത്രമല്ല എല്ലാ ഡിപ്പാർട്ട്മെന്റിൽ നിന്നും ഓരോ ഇനിഷ്യേറ്റീവ്സ് ചെയ്തിട്ടുണ്ടായിരുന്നു വികസിത് ഭാരത് 2047 കുറിച്ചുള്ളത്. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ റേ പവർ ഇൻഫ്ര ഹാസ് ഇങ്ക്ഡ് ആൻ ഇനിഷ്യൽ പാക്ട് വിത്ത് ഉത്തരാഖണ്ഡ് ഗവൺമെന്റ് ടു ബിൽഡ് 500 മെഗാവാട്ട് സോലാർ പാർക്ക് ഇൻ സ്റ്റേറ്റ്. ഉത്തരാഖണ്ഡിൽ സോലാർ പാർക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്, സോലാർ ഫോട്ടോവോൾട്ടിക് പാനൽസ് യൂസ് ചെയ്തിട്ട് ഇലക്ട്രിസിറ്റി ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു ഇനിഷ്യേറ്റീവ്. എത്ര ഇലക്ട്രിസിറ്റിയാണ് ജനറേറ്റ് ചെയ്യാൻ ഒരു ടാർഗറ്റ് വെച്ചേക്കുന്നത്? 500 മെഗാവാട്ട്സ്. ഓക്കെ, അപ്പോൾ ഇത് ബേസിക്കലി എന്ന് പറയണമെന്ന് വെച്ചാൽ നമ്മൾ ഇതിനെ ഇൻക്രീസ് ചെയ്യും. ഓക്കെ, ഇവർ ഗ്രാജുവലി ഇതിനെ ഇംപ്രൂവ് ചെയ്യും. ഇതിന് 2 GW വരെ ആക്കാനുള്ള ഉദ്ദേശം ഉണ്ടായിരിക്കും. റേ പവേഴ്സ് ഇൻഫ്ര ഹാസ് ഇനിഷ്യേറ്റഡ് ദ ഡെവലപ്മെന്റ് ആൻഡ് എക്സിക്യൂഷൻ ഓഫ് സോലാർ പവർ പ്ലാന്റ്സ് അഗ്രിഗേറ്റിംഗ് 2 GW വിത്ത് എക്സ്പെക്ടഡ് കമ്മീഷനിങ് ഓഫ് ഇൻ നെക്സ്റ്റ് 24 months. അപ്പോൾ അവരെ ടാർഗറ്റ് ആരത്, റേ പവർ ഇൻഫ്രാസ്ട്രക്ചറിന്റെ ടാർഗറ്റ് എത്രയാണ്? 2 GW ആണ്. അവരിപ്പം 500 മെഗാവാട്ട്സ് എവിടെയാണ് കൊണ്ടുവന്നത്? ഉത്തരാഖണ്ഡിൽ. ഇനി വേറെ സ്ഥലങ്ങളിലും അവരെന്താണ് കുറെ കൂടെ ഇൻസ്റ്റാൾ ചെയ്യും. അവരുടെ ടാർഗറ്റ് അടുത്ത 2 വർഷത്തിനകത്ത് അവർ 2 GW ആക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അത്ര കാര്യങ്ങൾ മാത്രമേ ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൂ. നെക്സ്റ്റ് ന്യൂസ് എന്ന് പറഞ്ഞാൽ റഷ്യയെ കുറിച്ചാണ്. റഷ്യയുടെ പ്രസിഡന്റ് ആരാണെന്ന് നിങ്ങൾക്ക് അറിയാം, വ്ളാഡിമിർ പുടിൻ. ഓക്കെ, അപ്പോൾ ഹാസ് അൺവീൽഡ് 2 ന്യൂക്ലിയർ പവേർഡ് സബ്മറീൻസ്. 2 ന്യൂക്ലിയർ പവേർഡ് സബ്മറീൻസ് അവർ അൺവീൽ ചെയ്തിട്ടുണ്ട്. അതിനെ കുറിച്ച് ഇമ്പോർട്ടൻറ്റ് ന്യൂസ് ആണ്. അപ്പോൾ ഈ 2 ന്യൂക്ലിയർ സബ്മറീൻ്റെ പേര് അറിഞ്ഞിരിക്കുന്നത് എന്താണ്? ക്രസ്നോയാസ്ക് ആൻഡ് എംപറർ അലക്സാണ്ടർ. എംപറർ അലക്സാണ്ടർ III is the 7th ബൊറായ് ക്ലാസ് അറ്റോമിക് പവേർഡ് സബ്മറീൻ ടു എൻ്റർ ഇൻ ദ സർവീസ്. ഓക്കെ, അപ്പോൾ ഇത്തരം കാര്യങ്ങൾ അറിഞ്ഞിരുന്നാൽ മതി. ഈ 2 പേര് നമ്മൾ അറിഞ്ഞിരിക്കണം. എക്സാം പോയിന്റ് ഓഫ് വ്യൂ ആരതാണെന്ന് ചോദിച്ചാൽ റഷ്യയിലാണ്. ഓക്കെ, അപ്പോൾ റഷ്യയെ കുറിച്ച് പറയുകയാണെങ്കിൽ എന്താണ്? ക്യാപിറ്റൽ മോസ്കോ ആണ്, കറൻസി എന്താണ്? റൂബൽ ആണ്, പിന്നെ പ്രസിഡന്റ് ആരാണ്? വ്ളാഡിമിർ പുടിൻ. ഓക്കെ, അടുത്ത ഇമ്പോർട്ടൻറ്റ് ന്യൂസ് എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ സോഷ്യൽ ആക്ടിവിസ്റ്റ് ആയ നിഖിൽ ദേനെ എന്താണ് ഇന്റർനാഷണൽ ആന്റി കറപ്ഷൻ ചാമ്പ്യൻ ആയിട്ട് ഡിക്ലെയർ ചെയ്തിട്ടുണ്ട് US സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് ത്രൂ. ഓക്കെ, അവരെന്താണ് ഡിക്ലെയർ ചെയ്തത്? നിഖിൽ ദേ ഈസ് ആൻ ഇന്റർനാഷണൽ ആന്റി കറപ്ഷൻ ചാമ്പ്യൻ. അപ്പോൾ അതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ പുള്ളിക്കാരൻ്റെ ഒരു ഓർഗനൈസേഷൻ ഉണ്ട്, മസ്ദൂർ കിസാൻ ശക്തി സംഘടന. ഓക്കെ, അപ്പോൾ ആ ഒരു ഓർഗനൈസേഷൻ്റെ ത്രൂ കിസാന് ഓരോ സ്കീംസിന് വേണ്ടി ട്രൈ ചെയ്യുമ്പോൾ അതിന് വേണ്ടി ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയാണ് ഈ ഒരു ഓർഗനൈസേഷൻ ഉള്ളത്. അപ്പോൾ അതിനിടയ്ക്കുള്ള മിഡിൽ മാൻസും കറപ്ഷനെ എല്ലാം എലിമിനേറ്റ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു നിഖിൽ ദേ. അതുകൊണ്ടാണ് പുള്ളിക്കാരനെ ഇതിൽ ഇന്റർനാഷണൽ ആന്റി കറപ്ഷൻ ചാമ്പ്യൻ ആയിട്ട് ഡിക്ലെയർ ചെയ്തത്. ആരാണ്? US സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ്. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ നമ്മൾ ഇവിടെ പറഞ്ഞ കാര്യം എന്താണ്? കിസാന്റെ വെൽഫെയറിന് വേണ്ടിയാണ്. അപ്പോൾ കിസാന്റെ വെൽഫെയർ എന്ന് പറഞ്ഞാൽ അഗ്രികൾച്ചർ ആൻഡ് ഫാമിലി വെൽഫെയർ, അല്ല ഫാർമേഴ്സ് അഗ്രികൾച്ചർ ആൻഡ് ഫാമർ വെൽഫെയർ മിനിസ്ട്രിയെ കുറിച്ചും അറിഞ്ഞിരിക്കണം. ഇപ്പം റീസെൻ്റ്ലി അവിടെ മിനിസ്റ്റർ ചേഞ്ച് ആയിട്ടുണ്ട്. എന്താണ്? നമ്മളെ അർജുൻ മുണ്ട ആയിട്ടുണ്ട് മിനിസ്റ്റർ ഇൻചാർജ്. അർജുൻ മുണ്ട. ഓക്കെ, അർജുൻ മുണ്ടയാണ് മിനിസ്റ്റർ ഇൻചാർജ്. എന്നിട്ട് ആദ്യം ആരാണെന്ന് ചോദിച്ചാൽ നരേന്ദ്ര സിംഗ് തോമർ ആണ്. നരേന്ദ്ര സിംഗ് തോമർ, അത് നമ്മൾ അറിഞ്ഞിരിക്കണം. ഇപ്പം പുള്ളിക്കാരൻ എന്താണ്? അവരെ റെസ്പെക്റ്റീവ് ആയിട്ട് കോൺസ്റ്റിറ്റ്യുവൻസിയിൽ ഇലക്ട് ആയതുകൊണ്ട് അവിടെ സ്പീക്കർ, മെമ്പർ ഓഫ് ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ സ്പീക്കറായിട്ട് റോൾ കിട്ടുന്നുണ്ട്. പുള്ളിക്കാരൻ ഇതിനെ റിസൈൻ ചെയ്തിട്ട് അങ്ങോട്ട് പോയി. ഞാൻ പറഞ്ഞായിരുന്നു റിസൈൻ ചെയ്യേണ്ട പ്രൊസീജിയർ കൊടുത്തിട്ടുള്ള ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഏത് ആർട്ടിക്കിളാണ്? ആർട്ടിക്കിൾ 75. ഓക്കെ, അപ്പോൾ ഒരു MP റിസൈൻ ചെയ്യണമെങ്കിൽ പ്രസിഡന്റിൽ റെസിഗ്നേഷൻ സബ്മിറ്റ് ചെയ്യണം. ആ പ്രൊസീജിയർ പറഞ്ഞിട്ടുള്ളത് ഏത് ആർട്ടിക്കിളാണ്? ആർട്ടിക്കിൾ 75 ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. അത് അറിഞ്ഞിരിക്കുക. നെക്സ്റ്റ് ന്യൂസ് എന്ന് പറഞ്ഞാൽ എന്താണ്? കിരൺ ബേദി വാസ് അവോർഡഡ് ദ ഓർഡർ ഓഫ് മെറിറ്റ് ഓഫ് ഇറ്റാലിയൻ റിപ്പബ്ലിക്. ഓർഡർ ഓഫ് മെറിറ്റ് ഓഫ് ഇറ്റാലിയൻ റിപ്പബ്ലിക് ഇമ്പോർട്ടൻ്റ് ആണ്, അവാർഡ്സിൽ വരണ ഒരു കാര്യമാണ്. ഇതിനെ അവരെ ഭാഷയിൽ പറയണത് മെരിത്തോ ദെല റിപ്പബ്ലിക്ക ഇറ്റാലിയന. ഓക്കെ, അപ്പോൾ അത് അറിഞ്ഞിരിക്കണമെന്നില്ല. ഓർഡർ ഓഫ് മെറിറ്റ് ഓഫ് ഇറ്റാലിയൻ റിപ്പബ്ലിക് എന്ന് ചോദിക്കാം. അപ്പോൾ ആർക്കാണ് കിട്ടിയ? കബീർ ബേദിക്കാണ് കിട്ടിയത്. കബീർ ബേദിക്ക്. ഓക്കെ, അത് എന്താണ്? കൺട്രീസ് ഹയസ്റ്റ് ഓണർ ആണ്, അവോർഡഡ് ടു എ സിവിലിയൻ. അവർ ഇറ്റലിയുടെ ഹയസ്റ്റ് ഓണർ ആണ് സിവിലിയൻസിന് കൊടുക്കുന്നത്. ആസ് എ പ്രൈവറ്റ് സെറമണി ഹെൽഡ് ഇൻ മുംബൈയിൽ വെച്ചാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഓർഡർ ഓഫ് മെറിറ്റ് ഓഫ് ഇറ്റാലിയൻ റിപ്പബ്ലിക് സ്റ്റാൻഡ്സ് ആസ് എ ടെസ്റ്റമെന്റ് ടു ഇറ്റാലിയസ് അപ്രീസിയേഷൻ ഓഫ് ദോസ് ഹു ഹാവ് മെയ്ഡ് ഔട്ട്സ്റ്റാൻഡിംഗ് കോൺട്രിബ്യൂഷൻ ടു സൊസൈറ്റി എംബോഡിംഗ് ദ നേഷൻസ് വാല്യൂ ഓഫ് മെറിറ്റ് ആൻഡ് എക്സലൻസ്. ഓക്കെ, അപ്പോൾ ഇതിനെ എസ്റ്റാബ്ലിഷ് ചെയ്തത് എപ്പോഴാണ്? 1951. ഇത്തരം കാര്യങ്ങൾ അറിഞ്ഞിരുന്നത്. ഏതൊക്കെ ഫീൽഡിൽ കൊടുക്കുമെന്ന് വെച്ചാൽ ആർട്ട്, ലിറ്ററേച്ചർ, ഇക്കണോമി, പബ്ലിക് സർവീസ്, സോഷ്യൽ, ഫിലന്ത്രോഫിക്, എന്നിട്ട് ഹ്യൂമാനിറ്റേറിയൻ ആക്ടിവിറ്റീസിനാണ് കൊടുക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മളെ നോട്ടഡ് ആയിട്ടുള്ള ഹിന്ദി റൈറ്റർ പുഷ്പ ഭാരതി 2016 മെമ്മോയർ യാദേ യാദേ ഓർ യാദേ.
അപ്പോൾ ഈ ഇതിനെ എന്താണ് സെലക്ട് ചെയ്തിട്ടുണ്ട് 33rd വ്യാസ് സമ്മാൻ 2023 വേണ്ടി. ഓക്കെ, അപ്പോൾ പുള്ളിക്കാരൻ ആരാണ്? പുഷ്പ ഭാരതിയാണ്. പുഷ്പ ഭാരതിയുടെ ഒരു നോവലിനാണ് അല്ലേ, മെമ്മോയറിനാണ് സെലക്ട് ചെയ്തിട്ട്. അതിൻ്റെ പേരെന്താണ്? യാദേ ഓർ യാദേ എന്ന് പറഞ്ഞാൽ മെമ്മറീസ് എന്ന് പറയുന്ന ഒരു സംഭവം. അപ്പോൾ ജനിച്ചത് എവിടെയാണ്? ഇത് മൊറാദാബാദിലാണ് പുള്ളിക്കാരൻ ജനിച്ചത്, പുഷ്പ ഭാരതി. ഓക്കെ, പുഷ്പ ഭാരതി എവിടെയാണ് MA ലിറ്ററേച്ചർ പഠിച്ചിട്ടുണ്ടായിരുന്നത്? പ്രയാഗ്രാജ് യൂണിവേഴ്സിറ്റി. പ്രയാഗ്രാജ് എന്ന് പറഞ്ഞാൽ പണ്ടത്തെ അലഹാബാദ് യൂണിവേഴ്സിറ്റി. ഓക്കെ, 1955. അപ്പോൾ ഇതിൽ ഈ അവാർഡിൽ അല്ലെങ്കിൽ ഈ ഒരു എന്താണ് പറയുക, ഈ റെക്കഗ്നീഷനിൽ എന്തൊക്കെ കിട്ടുമെന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്, എക്സാമിന് ചോദിക്കാം. ഇതിൽ ബേസിക്കലി ക്യാഷ് പ്രൈസ് കിട്ടും, 4 ലക്ഷം രൂപ, ഒരു സൈറ്റേഷൻ എന്നിട്ട് ഒരു പ്ലാക്ക് കിട്ടും. ഓക്കെ, ഇത്തരം കാര്യങ്ങളാണ് കിട്ടുന്നത്. അപ്പോൾ ഇത് എന്തിനാണ് കൊടുക്കണമെന്ന് വെച്ചാൽ ഔട്ട്സ്റ്റാൻഡിംഗ് ഹിന്ദി ലിറ്റററി വർക്ക് ബൈ ആൻ ഇന്ത്യൻ സിറ്റിസൺ പബ്ലിഷ്ഡ് ഡ്യൂറിംഗ് ലാസ്റ്റ് 10 years, ലാസ്റ്റ് 10 വർഷത്തിൽ ഹിന്ദിയിൽ ഔട്ട്സ്റ്റാൻഡിംഗ് ആയിട്ട് എന്തെങ്കിലും ഒരു വർക്ക് ഉണ്ടെങ്കിൽ അതിനാണ് കൊടുക്കുന്നത്. ഇപ്പം 2016 ലാസ്റ്റ് 10 വർഷത്തിനകത്ത് വരുന്ന ഒരു സംഭവം തന്നെയാണ്. ഓക്കെ, അവാർഡ് ആരാണ് കൊടുക്കണമെന്ന് വെച്ചാൽ KK ബിർള ഫൗണ്ടേഷൻ ആണ് കൊടുക്കുന്നത്. അത് എസ്റ്റാബ്ലിഷ് ചെയ്തത് 1991 അപ്പോൾ അപ്പോൾ ഇതിൻ്റെ സെലക്ഷൻ കമ്മിറ്റി 2013 to 22 വരെയുള്ള സെലക്ഷൻ കമ്മിറ്റി എന്തായിരുന്നു? ഹെഡഡ് ബൈ എമിനന്റ് ലിറ്ററേച്ചർ പ്രൊഫസർ രാംജി തിവാരി ആയിരുന്നു. ഓക്കെ, ഇത്തരം കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കുക. അടുത്ത ഇമ്പോർട്ടൻറ്റ് ന്യൂസ് എന്ന് പറഞ്ഞാൽ പാകിസ്ഥാന്റെ ടെസ്റ്റ് ബാറ്റ്സ്മാൻ ആയ ആസദ് ഷഫീഖ് എന്താണ് റിട്ടയർമെന്റ് അനൗൺസ് ചെയ്തിട്ടുണ്ട് ക്രിക്കറ്റിന്റെ എല്ലാം ഫോർമാറ്റിൽ നിന്ന്. അത് നമ്മൾ അറിഞ്ഞിരിക്കണം. ക്രിക്കറ്റിന്റെ ബന്ധപ്പെട്ട ഒരു പ്ലെയർ ആണ്. അപ്പോൾ നമുക്ക് എക്സാമിന് ക്വസ്റ്റ്യൻ ഫോം ചെയ്യുന്നത് യാത് സ്പോർട്സ് അല്ലെങ്കിൽ യാത് ഫീൽഡ് റിലേറ്റഡ് ആണെന്ന് ചോദിച്ചാൽ നമ്മൾ അറിഞ്ഞിരിക്കണം എന്താണ്? ക്രിക്കറ്റ് റിലേറ്റഡ് ആണ്. ഓക്കെ, അടുത്ത 2 ഇമ്പോർട്ടന്റ് ബുക്കിന്റെ മെൻഷൻ ഉണ്ടായിരുന്നു ന്യൂസിൽ, അതുകൊണ്ട് തന്നെ എടുത്തിട്ടുണ്ട്. ബുക്സ് ആൻഡ് ഓത്തേഴ്സിന്റെ ഭാഗമായിട്ട് വരും. ഹമീദ് അൻസാരിയുടെ പുതിയൊരു ബുക്കാണ് ചാലഞ്ചസ് ടു ലിബറൽ പൊളിറ്റി, എന്നിട്ട് സയ്യദ് ഹുസൈനന്റെ ഒരു ബുക്കാണ് ഫോൾട്ട് ലൈൻ ഇൻ ദ ഫെയ്ത്ത്. അപ്പോൾ ഈ 2 ബുക്കും നിങ്ങൾ എക്സാം പോയിന്റ് ഓഫ് വ്യൂ പഠിച്ചു വെക്കുക. ഇത് ചിലപ്പം ബുക്സ് ആൻഡ് ഓത്തേഴ്സിൽ ആരും മെൻഷൻ ചെയ്തെന്ന് വരില്ല, കാരണം ഇത് ന്യൂസ് പേപ്പറിൽ ബൈ റെഫറൻസിൽ പോയതാണ്, ഇങ്ങനെ സൈഡ് ബൈ സൈഡ് റെഫർ ചെയ്ത് പോയതാണ്. അപ്പോൾ അതൊരു ഇമ്പോർട്ടൻറ്റ് കാര്യം കൂടെയാണ്, അത് അറിഞ്ഞിരിക്കുക. ഓക്കെ സ്റ്റുഡൻസ്, അപ്പോൾ ലാസ്റ്റ് പോർഷനിൽ നമ്മൾ എത്തിയിട്ടുണ്ട്. റീസെന്റ് MOUs സൈൻ ബൈ സ്റ്റേറ്റ് ഗവൺമെന്റ്സ്. ഓക്കെ, UK എന്നിട്ട് തമിഴ്നാടിന്റെ ഇടയ്ക്ക് ഒരു MOU സൈൻ ചെയ്തിരുന്നത് എന്തിനാണ്? സ്മാർട്ട് ടെക് സസ്റ്റൈനബിൾ റിസോഴ്സ് മാനേജ്മെന്റിന് വേണ്ടി. ഓക്കെ സോറി, അത് മാറിപ്പോയി. ഓക്കെ, അതിനുവേണ്ടി അടുത്തെന്ന് പറഞ്ഞാൽ അശോക് ലൈലൻഡ് സയൻസ് MOU വിത്ത് UP ഗവൺമെന്റ്. എന്തിനു വേണ്ടിയാണ്? ഇന്റിഗ്രേറ്റഡ് ബസ് പ്ലാൻസ്. ഇതിനു മുമ്പ് കുറേ ദിവസം മുമ്പ് ഡിസ്കസ് ചെയ്ത കാര്യമാണ്. പിന്നെ ഒഡീസ ഗവൺമെന്റ് സയൻസ് MOU വിത്ത് 6 പബ്ലിക് സെക്ടർ ബാങ്ക്സ് ടു പ്രൊവൈഡ് ബാങ്കിങ് സർവീസ്. ഓക്കെ, ഇത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താണ്? ബാങ്കിങ് സർവീസ് അൺബാങ്ക്ഡ് ഏരിയാസിൽ ബാങ്ക് സർവീസ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടി കുറെ കൺസെഷൻസ് കൊടുക്കും ഒഡീസ ഗവൺമെന്റ്. ഓക്കെ, പിന്നെ മഹാരാഷ്ട്ര സയൻസ് MOU വിത്ത് ജർമ്മൻസ് പ്രൊഫഷണൽ അസോസിയേഷൻ ഓഫ് ഫുട്ബോൾ. പിന്നെ ജാർഖണ്ഡ് ഗവൺമെന്റ് സൈൻഡ് MOU വിത്ത് TCPL ഗ്രീൻ എനർജി സൊല്യൂഷൻസ് പ്രൈവറ്റ് ലിമിറ്റഡ് ടു സെറ്റപ്പ് കൺട്രീസ് ഫസ്റ്റ് ഹൈഡ്രോജൻ ഫ്യൂവൽ പ്രൊജക്ട് ഇൻ ജംഷേദ്പൂർ. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ബാങ്കിങ് സെക്ടറിലുള്ള MOUs ആണ്. യു ഗ്രോ ക്യാപിറ്റൽ എന്താണ്? ജോയിന്റ് ഹാൻഡ്സ് വിത്ത് ലഘു ഉദ്യോഗ് ഭാരതി ടു എംപവർ MSME. പിന്നെ യൂണിയൻ ബാങ്ക് കൊളാബറേറ്റ്സ് വിത്ത് അസെൻച്വർ ടു ബൂസ്റ്റ് ഓപ്പറേഷണൽ എഫിഷ്യൻസി. പിന്നെ ഉജ്ജീവൻ സ്മോൾ ഫൈനാൻസ് ബാങ്ക് പാർട്ട്നേഴ്സ് വിത്ത് water.org ടു ഓഫർ സാനിറ്റേഷൻ ലോൺ. കർണാടക ബാങ്ക് ടൈസ് വിത്ത് HDFC ലൈഫ് ടു ഓഫർ ലൈഫ് ഇൻഷുറൻസ് പ്രൊഡക്ട്സ്. ആക്സിസ് ബാങ്ക് സൈൻഡ് MOU വിത്ത് IRMA ടു പ്രൊമോട്ട് ഫൈനാൻഷ്യൽ ഇൻക്ലൂഷൻ ആൻഡ് ലിറ്ററസി ഇൻ ഇന്ത്യ. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ MOUയുടെ ഭാഗമാണ്. അടുത്തതെന്ന് പറഞ്ഞാൽ റീസെൻ്റ് ആയിട്ട് നടന്ന കുറച്ച് ബാങ്ക് ആൻഡ് ഇൻഷുറൻസിന്റെ ഫെസിലിറ്റീസ് ലോഞ്ച് ആയതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഫസ്റ്റ് സ്വാപ്പ് നമ്മൾ ഇന്നലെ നോക്കിയ കാര്യമാണ്. IDFC ഫസ്റ്റ് ബാങ്ക് എന്താണ്? യൂത്ത് സെൻട്രിക് ആയിട്ട് ഫസ്റ്റ് സ്വാപ്പ് ലോഞ്ച് ചെയ്തിട്ടുണ്ടെന്ന്. ക്രെഡിറ്റ് കാർഡ് ഇൻ പാർട്ട്ണർഷിപ്പ് വിത്ത് മാസ്റ്റർ കാർഡ്. LIC ഇൻട്രൊഡ്യൂസസ് ന്യൂ ഹോൾ ലൈഫ് ഇൻഷുറൻസ് പോളിസി ജീവൻ ഉത്സവ്. പിന്നെ സെബി അൺവീൽഡ് ഇൻവെസ്റ്റേഴ്സ് റിസ്ക് റിഡക്ഷൻ ആക്സസ് പ്ലാറ്റ്ഫോം. പിന്നെ ഫെഡറൽ ബാങ്ക് ഇൻട്രൊഡ്യൂസസ് UPI ലൈറ്റ് ഫോർ സ്മോൾ വാല്യൂ ഡിജിറ്റൽ പേയ്മെന്റ്സ്. ഓക്കെ സ്റ്റുഡൻസ്, ക്യാമറ ഒന്ന് ഷട്ട് ഡൗൺ ആയിപ്പോയി, അതുകൊണ്ടാണ് ഇപ്പം ഇമേജ് ഇല്ലാതെ വരുന്നത്. ഓക്കെ, അപ്പോൾ എന്നാലും നമുക്ക് എന്താണ് ലാസ്റ്റ് ആയിട്ടുള്ള കുറച്ച് സെക്ഷൻസ് നോക്കിയിട്ട് വിടാം. സിഡ്ബി ലോഞ്ചസ് സമ്പൂർണ്ണ MSME ഇക്കണോമിക് ആക്ടിവിറ്റി ഇൻഡെക്സ് വിത്ത് ജോക്കാട്ട. ഓക്കെ, ഈ ന്യൂസ് അറിഞ്ഞിരിക്കണം. അടുത്ത ഇമ്പോർട്ടൻറ്റ് കാര്യം എന്ന് പറഞ്ഞാൽ ന്യൂലി അപ്പോയിന്റഡ് പ്രൈം മിനിസ്റ്റേഴ്സ് ആൻഡ് പ്രസിഡന്റ്. പ്രൈം മിനിസ്റ്റർ ഓഫ് ലക്സംബർഗ് നമ്മൾ നോക്കി ലൂക്ക് ഫ്രൈഡൻ. പിന്നെ പ്രൈം മിനിസ്റ്റർ ഓഫ് സ്പെയിൻ പെഡ്രോ സാൻസെ. പിന്നെ പ്രൈം മിനിസ്റ്റർ ഓഫ് സ്ലോവാക്യ റോബർട്ട് ഫിക്കോ. പിന്നെ പ്രസിഡന്റ് ഓഫ് ഇക്വഡോർ ഡാനിയൽ നുബോവ. പിന്നെ പ്രസിഡന്റ് ഓഫ് ഗബോൺ എന്താണ്? ജനറൽ ബ്രൈസ് ഒലിക്കു. ഓക്കെ, പിന്നെ റീസെന്റ് ചീഫ് മിനിസ്റ്റേഴ്സ് നമ്മൾ ഈ റീസെന്റ് ആയിട്ടുണ്ട് ചീഫ് മിനിസ്റ്റർ മാറിയതെല്ലാം നോക്കാം. എന്താണ്? ചീഫ് മിനിസ്റ്റർ ഓഫ് രാജസ്ഥാൻ ഭജൻലാൽ ശർമ്മ ഇന്ന് നോക്കിയത് തന്നെയാണ്. ചീഫ് മിനിസ്റ്റർ ഛത്തീസ്ഗഡ് വിഷ്ണുദേവ് സായ്. പിന്നെ ചീഫ് മിനിസ്റ്റർ ഓഫ് തെലങ്കാന രേവാന്ത് റെഡ്ഡി. ചീഫ് മിനിസ്റ്റർ ഓഫ് മധ്യപ്രദേശ് മോഹൻ യാദവ്. പിന്നെ ചീഫ് മിനിസ്റ്റർ ഓഫ് മിസോറാം ലാൽദു ഹോമ. ഓക്കെ,
അപ്പോൾ അവാർഡ്സ് നോക്കുകയാണെങ്കിൽ സാഹിത്യ അക്കാദമിക്ക് പ്രേംചന്ദ് ഫെലോഷിപ്പ് കിട്ടിയത് ഷെയറിംഗ് താഷിക്കാണ്, ഭൂട്ടാനിലുള്ള ഓത്തറാണ്. പിന്നെ ബാങ്ക് ഓഫ് ദ ഇയർ അവാർഡ് കിട്ടിയത് കൊടുത്തത് ഫൈനാൻഷ്യൽ ടൈംസ് ആണ്, ഫെഡറൽ ബാങ്കിനാണ് കിട്ടിയത്. സിഇഒ ഓഫ് ദ ഇയർ 2023 ടൈം മാഗസിനാണ് കൊടുത്തത്, സാം ഓൾട്ട്മാനാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ പേഴ്സൺ ഓഫ് ദ ഇയർ 2023 ടൈം മാഗസിൻ കൊടുത്തത് ടൈലർ സ്വിഫ്റ്റിനാണ്. പിന്നെ അത്ലീറ്റ് ഓഫ് ദ ഇയർ 2023 ടൈം മാഗസിൻ കൊടുത്തത് തന്നെയാണ് ലിയോണൽ മെസ്സിക്കാണ്. ഓക്കെ, അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എക്സസൈസസ്, മിലിറ്ററി എക്സസൈസ് അല്ലെങ്കിൽ മിലിറ്ററി ഡ്രിൽസ് എന്ന് പറയുകയാണെങ്കിൽ 14th എഡിഷൻ ഓഫ് എക്സസൈസ് വജ്രപ്രഹാർ 2023 ആരിടയ്ക്കാണ്? ഇന്ത്യ USA ഇടയ്ക്കാണ്, ഉംറോയ് മേഘാലയയിൽ വെച്ചാണ്. പിന്നെ 9th എഡിഷൻ ഓഫ് മിത്രശക്തി 2023 ഇന്ത്യയും ശ്രീലങ്കയുടെ ഇടയ്ക്കാണ്, അത് പൂനെ വെച്ചാണ് നടന്നത്. 7th എഡിഷൻ ഓഫ് എക്സസൈസ് കാസിന്ത് 2023 ആരിടയ്ക്കാണ് നടന്നത്? ഇന്ത്യയും കസാഖിസ്ഥാന്, ഓട്ടർ കസാഖിസ്ഥാനിൽ വെച്ച്. പിന്നെ കോസ്റ്റൽ സെക്യൂരിറ്റി എക്സസൈസ് സാഗർ കവച്ച് എവിടെയാണ് നടന്നത്? ആന്ധ്രാപ്രദേശ്, തമിഴ്നാട്, പുതുച്ചേരി ആ റീജിയനിലാണ് നടന്നത്. ക്യാമ്പേരിയൻ പെട്രോൾ 2023 മിലിറ്ററി എക്സസൈസ് നടന്നായിരുന്നു, എവിടെ? UK വെച്ച്. അതിൽ ഇന്ത്യൻ ആർമിക്കാണ് ഗോൾഡ് മെഡൽ കിട്ടിയ. ഇന്ത്യൻ നേവി ഹോസ്റ്റ് ചെയ്തതാണ് ഹദർ ചക്രവർത്ത് എക്സസൈസ്, എവിടെ വെച്ചാണ്? ഗോവ. ഓക്കെ, പിന്നെ റിട്ടയർഡ് പ്ലെയേഴ്സ്, ക്രിക്കറ്റ് ന്യൂസിലുണ്ടായിരുന്ന റിട്ടയർഡ് പ്ലെയേഴ്സ്, ഗുർകിരത്ത് സിംഗ് മൻ ഇന്റർനാഷണൽ ക്രിക്കറ്റിൽ നിന്ന് റിട്ടയർമെന്റ് എടുത്തിട്ടുണ്ട്, ഇന്ത്യയിലെ പ്ലെയർ ആണ്. മാഗ് ലാൻഡിങ് ഇന്റർനാഷണൽ ക്രിക്കറ്റിൽ നിന്ന് റിട്ടയർമെന്റ് എടുത്ത് ഓസ്ട്രേലിയൻ പ്ലെയർ ആണ്. പിന്നെ സുനിൽ നരൈൻ ഇന്റർനാഷണൽ ക്രിക്കറ്റിൽ നിന്നാണ് റിട്ടയർമെന്റ് എടുത്തത്, വെസ്റ്റ് ഇൻഡീസ്. ഡേവിഡ് വില്ലി ഇന്റർനാഷണൽ ക്രിക്കറ്റ് ഇംഗ്ലണ്ട്. സോറൻ നാറിൻ ടിപ്പോച്ച് ഇന്റർനാഷണൽ ക്രിക്കറ്റിൽ നിന്ന് തായ്ലൻഡിൽ നിന്നാണ് റിട്ടയർമെന്റ് എടുത്തത്. പിന്നെ എലസ്റ്റർ കുക്ക് ഇന്റർനാഷണൽ ക്രിക്കറ്റ് ഇംഗ്ലണ്ടിൽ കളിച്ച പ്ലെയർ ആണ്. സ്റ്റീവൻ ഫിൻ ഓൾ ഫോംസ് ഓഫ് ക്രിക്കറ്റിൽ റിട്ടയർമെന്റ് എടുത്ത് ഇംഗ്ലണ്ടിൽ നിന്ന്. ഓക്കെ, അപ്പോൾ പിന്നെ ICC മെൻസ് പ്ലെയർ ഓഫ് ദ മന്ത്, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, എക്സാമിന് ചോദിക്കാം. ജൂലൈയിൽ ആരായിരുന്നു? ക്രിസ് വോക്സ് ആയിരുന്നു ഇംഗ്ലണ്ടിൽ നിന്ന്. പിന്നെ ഓഗസ്റ്റിൽ ബാബർ ആസം ആയിരുന്നു പാകിസ്ഥാൻ. പിന്നെ സെപ്റ്റംബർ 2023 ശുഭ്മൻ ഗിൽ ഇന്ത്യയിലായിരുന്നു. പിന്നെ ഒക്ടോബറിൽ റച്ചിൻ രവീന്ദ്ര ആയിരുന്നു ന്യൂസിലൻഡിൽ. അത് കഴിഞ്ഞിട്ട് നവംബർ ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ആയിട്ടുള്ളത് ട്രാവിസ് ഹെഡ് ആണ് ഓസ്ട്രേലിയ. അതേസമയം വിമൻസിൻ്റെ പ്ലെയർ ഓഫ് ദ മന്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ജൂലൈയിൽ ആഷ്ലെ ഗാർഡനർ ആയിരുന്നു നമ്മൾ ഓസ്ട്രേലിയ. ഓഗസ്റ്റിൽ ആർലി കാലി, ഓക്കെ, അയർലൻഡിൻ്റെ ആണ്. പിന്നെ സെപ്റ്റംബറിൻ്റെ മാസത്തിൽ നമ്മളെ ചമാരി അത്താപട്ടു, ഓക്കെ, ശ്രീലങ്കയുടെ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഒക്ടോബറിൽ ഹേലെ മാത്യൂസ് ആയിരുന്നു വെസ്റ്റ് ഇൻഡീസിൻ്റെ. അത് കഴിഞ്ഞ് നവംബറിൽ നഹിദ അക്തർ, ഇന്നലെ നോക്കിയ കാര്യമാണ് നമ്മൾ നഹിദ അക്തറിൻ്റെ കാര്യം, ഓക്കെ, ബംഗ്ലാദേശിലുള്ളത്. അപ്പോൾ ഇന്നത്തെ ഓവറോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സ് നമ്മൾ നോക്കിക്കഴിഞ്ഞു. എന്നിട്ട് നമുക്ക് ഇനി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ ആൻഡ് ബൈ.